ബി ഉണ്ണികൃഷ്ണൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ 22 സംഘടനകളുടെയും ജനറൽ സെക്രട്ടറിയാണ്. ഫെഫ്ക എന്ന് പറയുന്നത് ബി ഉണ്ണികൃഷ്ണൻ സാർ ഒരു വ്യക്തി മാത്രമല്ല. സംഘടനയുടെ അംഗങ്ങൾ നൽകുന്ന പണം ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നു എന്നൊരു പരക്കെ സംസാരമുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ സാർ അത് കൂട്ടടിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ യാത്രാപ്പടിയായിട്ടോ അദ്ദേഹത്തിന്റെ താമസ ആവശ്യങ്ങൾക്കോ ഒന്നും തന്നെ ₹1 പോലും ഫെഫ്കയുടെ അക്കൗണ്ടിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. ആ പേയ്മെന്റുകളൊന്നും തന്നെ ആർക്കും അങ്ങനെ വ്യക്തിപരമായി എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പോലും ഫെഫ്ക വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. അദ്ദേഹത്തെ തന്നെ ടാർഗറ്റ് ചെയ്ത് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തെ തളർത്തിയാൽ ഈ ഫെഫ്ക എന്നൊരു സംഘടനയെ നിഷ്പ്രഭമാക്കാം എന്ന് ആരെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ബി ഉണ്ണികൃഷ്ണൻ ഒരു മാടമ്പിയാണോ? കാരണം അവരുടെ ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഒരു മാടമ്പി സ്വഭാവത്തോടെ ഇദ്ദേഹം നിൽക്കുന്നു. ഞങ്ങൾ ആ മാടമ്പിത്തരത്തെ സ്വാഗതം ചെയ്യുന്നു. ഫെഫ്കയ്ക്കെതിരായ പ്രവർത്തനങ്ങളിൽ WCCയുടെ ചില അംഗങ്ങളുടെയെങ്കിലും കൈകടത്തലുകൾ ഉണ്ടോ എന്നുള്ളത് ഫെഫ്ക സംശയിക്കുന്നു. യഥാർത്ഥത്തിൽ WCC ആണോ വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പുറത്താക്കിയത്? ഈ വനിതകളുടെ തൊഴിലിന് വേണ്ടിയിട്ട് അഘോരം സംസാരിക്കുന്ന WCCയുടെ അംഗം തന്നെയാണ് ഇവരെ പുറത്താക്കിയിരിക്കുന്നത്. നിലവിൽ സാന്ദ്ര തോമസിന് ഫെഫ്കയുമായി യാതൊരു ബന്ധങ്ങളുമില്ല. അവരുടെ പ്രശ്നങ്ങളെല്ലാം പ്രൊഡ്യൂസേഴ്സ് യൂണിയനുമായിട്ടാണ്. അടുത്തിടെ ഒരു ഫോട്ടോഗ്രാഫറെ പുറത്താക്കിയിരുന്നു. അത് പല കാരണങ്ങൾ കൊണ്ടാണ് ആ സംഘടന അദ്ദേഹത്തെ പുറത്താക്കിയത്. പെട്ടെന്ന് അങ്ങനെ ഒരാളെ പുറത്താക്കാൻ എന്തെങ്കിലും പെട്ടെന്ന് പുറത്താക്കുകയല്ലല്ലോ. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇതിനൊന്നും കൃത്യമായ മറുപടികൾ നൽകി കാണില്ല. അതുകൊണ്ടായിരിക്കാം. നമ്മളോടൊപ്പം ഇന്നുള്ളത് ഫെഫ്കയുടെ ട്രഷററും ഔട്ട്ഡോർ യൂണിറ്റ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ സതീഷ് ആർച്ചാണ്. നമസ്കാരം സർ. നമസ്കാരം. അടുത്തിടെ ഒരു ഫോട്ടോഗ്രാഫറെ പുറത്താക്കിയിരുന്നു. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അദ്ദേഹത്തെ പുറത്താക്കിയത് അദ്ദേഹത്തിൻ്റെ സംഘടനയായ സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയനാണ്. സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ ഏതായാലും ഫെഫ്കയുടെ 21 അംഗ സംഘടനകളിൽ ഏത് സംഘടനയിൽ ഒരാളെ പുറത്താക്കുന്നതും ആ സംഘടനയുടെ പ്രാഥമികമായ ആവശ്യങ്ങളാണ്. അതിലെന്തെങ്കിലും അദ്ദേഹത്തിന് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുന്ന പക്ഷം അദ്ദേഹത്തിന് ഫെഫ്ക ജനറൽ സെക്രട്ടറിക്ക് അതിനൊരു അപ്പീൽ പോകാവുന്നതാണ്. ആ രീതിയിൽ അദ്ദേഹം അത് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാരണങ്ങളെക്കുറിച്ച് ഫെഫ്ക കൃത്യമായി ചർച്ച ചെയ്തിട്ടില്ല. എന്ത് കാരണമാണ് അദ്ദേഹം അതിന് പറഞ്ഞത്? അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അദ്ദേഹം കുറേ പൊതുമാധ്യമങ്ങളിലുള്ള കുറേ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ കൂടെ ഇന്ന കാരണത്താലാണ് അദ്ദേഹത്തെ പുറത്താക്കിയതെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. എങ്കിലും സംഘടനാപരമായ കാരണങ്ങളല്ലാതെ അദ്ദേഹത്തെ പുറത്താക്കാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹം കുറേ വെൽഫെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അതിനോടുള്ള വിരോധം കൊണ്ടാണെന്നാണ്. ഫെഫ്കയും ആൾറെഡി അതിലെ എല്ലാ തൊഴിലാളികൾക്കും വളരെയേറെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ചെയ്യുന്ന ആദ്യത്തെ വ്യക്തിയോ ആദ്യത്തെ സംഘടനയോ അല്ല സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയനും ഈ പുറത്താക്കിയ സ്റ്റിൽ ഫോട്ടോഗ്രാഫറും. അതുകൊണ്ട് തന്നെ അതോടനുബന്ധിച്ചുള്ള കാരണങ്ങളല്ല. ഇനി അതിൻ്റെ വിശദമായ വിവരങ്ങൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ അറിയാമായിരിക്കാം, ഇല്ലെങ്കിൽ ആ സംഘടനയോട് തന്നെ തിരക്കേണ്ടതാണ്. പെട്ടെന്ന് അങ്ങനെ ഒരാളെ പുറത്താക്കാൻ എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? പെട്ടെന്ന് ഒരാളെ പുറത്താക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് പുറത്താക്കുകയല്ലല്ലോ. ഒരു സംഘടനയിൽ നിന്ന് ഒരു അംഗത്തിനെ പുറത്താക്കുന്നതിന് മുൻപായിട്ട് അതിന് കൃത്യമായ ഒരു കാരണം ഉണ്ടാവണം. ആ കാരണത്തിൽ ഒരു വിശദീകരണം ചോദിക്കണം. ആ വിശദീകരണത്തിന് അദ്ദേഹം മറുപടി കൊടുക്കണം. ആ മറുപടി കമ്മിറ്റി ചർച്ച ചെയ്യണം. അത്തരത്തിൽ കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് കണ്ടാൽ മാത്രമാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ കഴിയുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇതിനൊന്നും കൃത്യമായ മറുപടികൾ നൽകി കാണില്ല. അതുകൊണ്ടായിരിക്കാം സംഘടന ആ രീതിയിൽ ഒരു നിലപാടിലോട്ട് പോയത്. നിലവിലിപ്പോൾ സംഘടനയുടെ അംഗങ്ങൾ നൽകുന്ന പണം ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നു എന്നൊരു പരക്കെ സംസാരമുണ്ട്. അതിൽ എന്താണ് സാറിന് പറയാനുള്ളത്? ശരിക്കും ഈ ആരോപണം ഉന്നയിക്കുന്നവരോ ഇല്ലെങ്കിൽ ഇതിനെ റിപ്പീറ്റ് ചെയ്യുന്നവരോ ആരും തന്നെ ഫെഫ്കയുടെ ഒരു ഫിനാൻസിങ് സംവിധാനങ്ങളെക്കുറിച്ച് കൃത്യമായി അറിവില്ലാത്തവരാണ്. ഫെഫ്കയിൽ വരുന്ന എല്ലാ പൈസകളും വ്യക്തിപരമായി നൽകുന്ന ഫണ്ടല്ല ഫെഫ്കയിൽ വരുന്നത്. ഈ 21 അംഗ സംഘടനകൾ അവരുടെ മാസാമാസമുള്ള ഒരു കോൺട്രിബ്യൂഷനായിട്ട് കൊടുക്കുന്ന പേയ്മെൻറ്റാണ്. അത് ചില അംഗങ്ങൾ വളരെ തുച്ഛമാണ്. അതായത് 1500 രൂപ വരെ കൊടുക്കുന്ന അംഗങ്ങളുണ്ട്, അംഗസംഘടനകളുണ്ട്. ഈ അംഗസംഘടനകളുടെ പൈസ മാത്രമാണ് ഫെഫ്കയിൽ വരുന്നത്. ഇത് എത്ര തന്നെ ആയാലും ഇത് വരുന്നത് കംപ്ലീറ്റ് അക്കൗണ്ടിലാണ്. ഫെഫ്കയുടെ അക്കൗണ്ടിലോട്ടാണ് ഈ പേയ്മെൻറ്റുകളെല്ലാം തന്നെ വരുന്നത്. ഈ അക്കൗണ്ട് കൃത്യമായി എല്ലാ വർഷവും ആഡിറ്റ് ചെയ്യുന്നതും അത് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യുന്നതും ഒപ്പം ഇൻകം ടാക്സിന് സബ്മിറ്റ് ചെയ്യുന്നതും ഒക്കെയാണ്. ആ പേയ്മെൻറ്റുകളൊന്നും തന്നെ ആർക്കും അങ്ങനെ വ്യക്തിപരമായി എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതല്ല.
ഇനി ഫെഫ്കയിൽ വരുന്ന ഫണ്ട് എത്രയാണെന്ന് ഇദ്ദേഹത്തിന് അറിയാമോ എന്ന് പോലും എനിക്കറിയില്ല. ശരിക്കും ഓരോ സംഘടനകൾക്കും അതിൻ്റേതായ ആ സംഘടന സെപ്പറേറ്റ് രജിസ്റ്റേർഡ് ആണ് ഈ സംഘടനകളെല്ലാം. ഈ 22 സംഘടനകൾക്കും പ്രത്യേകം അക്കൗണ്ടുകളും അവരുടെ പ്രത്യേകം കമ്മിറ്റികളും എല്ലാം തന്നെ ഉണ്ട്. അതിന് സെപ്പറേറ്റ് ട്രഷറർമാരുണ്ട്. ആ വരുന്ന പൈസ ആ യൂണിയൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ടുവന്ന് അക്കൗണ്ട് ചെയ്യിക്കുന്നു. അത് അവരുടെ ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കുന്നു. ആ ജനറൽ ബോഡി പെർമിഷനോട് കൂടിയാണ് അത് പാസ്സാക്കുന്നത്. ഈ അവസരങ്ങളിലൊന്നും തന്നെ ഈ സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയനിൽ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കമുള്ളതായിട്ട് അറിയില്ല. ഇനി അദ്ദേഹം പറയുന്ന വേറെ ഒരു കാര്യം, ഞാൻ ഇടയ്ക്കൊരു അദ്ദേഹം തന്നെ പ്രസൻറ്റ് ചെയ്ത ഒരു യൂട്യൂബ് ചാനലിൽ എന്തോ കണ്ടതാണ്. 10 ലക്ഷത്തോളം രൂപ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം പ്രവർത്തിച്ചു എന്നൊക്കെ ഒരു ആരോപണമുണ്ട്. കോടാനുകോടി രൂപ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണം പൊട്ടടിച്ചു എന്നാ എല്ലാവരും പറയുന്നത്. അങ്ങനെ ആ രീതിയിൽ അവർ പറയുന്നത്. അതെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ബി ഉണ്ണികൃഷ്ണൻ സാർ അത് പൊട്ടടിക്കുന്നു എന്നാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ യാത്രാപ്പടിയായിട്ടോ അദ്ദേഹത്തിൻ്റെ താമസ ആവശ്യങ്ങൾക്കോ അദ്ദേഹത്തിൻ്റെ മറ്റ് മീറ്റിംഗ് ആവശ്യങ്ങൾക്കോ ഒന്നും തന്നെ 1 രൂപ പോലും ഫെഫ്കയുടെ അക്കൗണ്ടിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. അത് ഏതൊരു വ്യക്തിക്കും അവരുടെ ആവശ്യാനുസരണം ചെക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ വർഷവും ഇത് ഓഡിറ്റ് ചെയ്യുന്ന കോപ്പികൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഫെഫ്കയുടെ ഈ അംഗസംഘടനകൾക്ക്. ഈ അംഗസംഘടനകളിൽ അങ്ങനെ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കത് ചെയ്യാവുന്നതാണ്. ഇനി പ്രളയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു ആരോപണമുണ്ട്. ഈ പ്രളയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാ സംഘടനകളും സംഭാവന ചെയ്യുമ്പോൾ ഫെഫ്കയും അതിൽ നിന്ന് മാറി നിൽക്കണ്ട എന്ന് വിചാരിച്ച് ഫെഫ്കയുടെ അംഗസംഘടനകളിൽ നിന്നും തുകകൾ കളക്ട് ചെയ്ത് ആ തുകയ്ക്കൊപ്പം ഫെഫ്കയിൽ അന്നുണ്ടായിരുന്ന നിലവിലെ ഫണ്ടും ഉപയോഗിച്ച് 25 ലക്ഷം രൂപ ഫെഫ്ക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. ഈ 25 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തതിൻ്റെ ഫോട്ടോസ് ഉൾപ്പെടെയുള്ളത് എല്ലാ യൂണിയൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും പ്രചരിപ്പിച്ചതാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നതിനോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നതിനോ അദ്ദേഹം ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ഒരു ആരോപണം അദ്ദേഹം പറയില്ലായിരുന്നു. ഇനി ഈ 25 ലക്ഷത്തിൻ്റെ ചെക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തത് അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലാണോ അതോ ബി ഉണ്ണികൃഷ്ണൻ്റെ ദുരിതാശ്വാസ നിധിയിലാണോ ലഭിച്ചത് എന്നുള്ളത് സർക്കാരുമായിട്ട് ആലോചിച്ചാലും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തിനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ രീതിയിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാവുന്നതാണ്. അപ്പം ഈ ബി ഉണ്ണികൃഷ്ണനെതിരെയാണ് ഇപ്പോൾ വരുന്ന ആരോപണങ്ങളെല്ലാം. എന്താണ് അദ്ദേഹത്തെ തന്നെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ നേർക്ക് തന്നെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരാൻ കാരണം? അദ്ദേഹത്തിന് നേരെ ആരോപണം വരുന്നത് അദ്ദേഹമാണ് ഫെഫ്ക എന്നൊരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ളത് കൊണ്ടാണ്. പല ആരോപണങ്ങൾ പല രീതിയിൽ കൂടെ സിനിമാ മേഖലയിൽ പൊതുവേ വരുന്നുണ്ട്. അത് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ആവട്ടെ, അമ്മ എന്നൊരു സംഘടന തന്നെ ടാർഗറ്റ് ചെയ്ത് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. പല രീതിയിലുള്ള ആരോപണങ്ങൾ ഇത്തരത്തിൽ സംഘടനകൾക്കെതിരെ വന്നു. ഈ സംഘടനകളുടെ എല്ലാം അതിൽ കൃത്യമായി പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ഫെഫ്ക മാത്രമാണ് അതിൽ ശക്തമായ നിലപാടുകൾ എടുത്തതും ശക്തമായി നിലകൊണ്ടതും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പോലും ഫെഫ്ക വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. ഫെഫ്ക അതിൻ്റെ എല്ലാ അംഗസംഘടനകളുടെയും ഒരു മീറ്റിംഗ് വിളിച്ചു, അതിൻ്റെ വനിതാ അംഗങ്ങളുടെ മാത്രമായ ഒരു മീറ്റിംഗ് വിളിച്ചു, എന്നിട്ട് സമഗ്രമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് സർക്കാരിന് സബ്മിറ്റ് ചെയ്തു. ഇത്രയും കാര്യക്ഷമമായി ഫെഫ്ക എന്നൊരു സംഘടന പ്രവർത്തിച്ചത് സ്വാഭാവികമായി അതിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ നേതൃപാടവം കൊണ്ടാണ്. അപ്പം ഇത്തരത്തിൽ നേതൃപാടവത്തിലിരിക്കുന്ന ഒരാളെ എങ്ങനെയെങ്കിലും ഈ സംഘടനയിൽ പുകച്ച് പുറത്തു ചാടിക്കാൻ കഴിയുമോ എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഫലമായിരിക്കാം, ഇല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്ന ആരുടെയെങ്കിലും ശ്രമഫലമായിട്ടായിരിക്കാം ഇത്തരം ആരോപണങ്ങൾ പലരും ഉന്നയിക്കുന്നത്. അതവരുടെ തോന്നൽ മാത്രമാണ്. കാരണം ഫെഫ്ക എന്ന് പറയുന്നത് ബി ഉണ്ണികൃഷ്ണൻ സാർ ഒരു വ്യക്തി മാത്രമല്ല, അതിൽ 21 സംഘടനകളുമായി 21 സംഘടനയുടെ പുറകെ നിൽക്കുന്ന ജനറൽ സെക്രട്ടറിമാരും അതിനേക്കാൾ ഉപരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8000-ഓളം തൊഴിലാളികളുമുണ്ട്. ഇത്രയും പേരുടെ പിന്തുണയുള്ള ബി ഉണ്ണികൃഷ്ണൻ എന്ന ശക്തനായ ഒരു നേതാവിനെതിരെ അല്ലാതെ അവർക്ക് ആർക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ കഴിയും? ഒരുപക്ഷെ അദ്ദേഹത്തെ തളർത്തിയാൽ ഈ ഫെഫ്ക എന്നൊരു സംഘടനയെ നിഷ്പ്രഭമാക്കാം എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ ഫലമായിരിക്കാം അദ്ദേഹത്തെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന. അല്ലാതെ ഇതൊരു വ്യക്തിവൈരാഗ്യം ആ ഒരു രീതിയിലൊന്നും ഇത് കൊണ്ടുപോയി അദ്ദേഹം ഇത്തരത്തിൽ ഈ തൊഴിലാളികളുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി എന്ത് ആരോപണമാണ് ഉണ്ടാവാൻ പോകുമായിരുന്നത്? അദ്ദേഹം ഈ തൊഴിലാളികളുടെ കാര്യങ്ങളിൽ ഇത്ര സജീവമായി ഇടപെടുന്നതുകൊണ്ടും ഈ സിനിമയുടെ എല്ലാ മേഖലയിലുമുള്ള സമഗ്രമായ പുനരുദ്ധരണ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും കൊണ്ടും മാത്രമല്ലേ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്.
അത്തരത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരൊറ്റ കാരണമല്ലാതെ വ്യക്തിപരമായി അദ്ദേഹത്തിനെതിരെ ആരെന്ത് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്? അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായ സംഘടനാപരമല്ലാത്ത ഒരു ആരോപണം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഫെഫ്കയുടെ ചുമതല ഉള്ളതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് നേരെ ഇപ്പോൾ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഫെഫ്കയുടെ ചുമതലയും അത് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം ഇരിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ആ പദവിയിൽ അദ്ദേഹം വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളതും അതുവഴി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് എല്ലാ തലങ്ങളിലും, സർക്കാർ തലത്തിലായാലും അതിനപ്പുറം പ്രൊഡ്യൂസേഴ്സ് തലത്തിലായാലും എല്ലാ തലത്തിലും അവരുടെ ക്ഷേമ ആവശ്യങ്ങൾക്കുമെല്ലാം അദ്ദേഹം ശക്തമായി നിലപാടെടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരു ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ ശക്തമായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കടന്നാക്രമിക്കാനുള്ള ഈ പ്രധാന കാരണം. ശക്തമായ നിലപാടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം, യഥാർത്ഥത്തിൽ ബി ഉണ്ണികൃഷ്ണൻ ഒരു മാടമ്പിയാണോ? അങ്ങനെ ഒരു പരക്കെ സംസാരമുണ്ട്, അത് യഥാർത്ഥ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ അതിൽ? തീർച്ചയായിട്ടും മാടമ്പിയാണോ എന്ന് ചോദിച്ചാൽ, ഈ നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് മാത്രം സംസാരിക്കുമ്പോൾ അതിലൊരു ഗാംഭീര്യക്കുറവുണ്ടാവാം. ഇത്രയും 8,000 തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടും, അത് പല വിഭാഗങ്ങളാണ്, ഡയറക്ടേഴ്സ് തൊട്ട് ക്യാമറാമാൻ തൊട്ട് എക്സിക്യൂട്ടീവ് തൊട്ട് സാധാരണ പ്രൊഡക്ഷൻ യൂണിറ്റ് ലൈറ്റ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വരെ വേണ്ടി അദ്ദേഹം അവരുടെ പ്രതിഫലങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ താമസത്തിനും അവരുടെ ആഹാരത്തിനും വേണ്ടിയിട്ട് അദ്ദേഹം ശക്തമായി വാദിക്കുമ്പോൾ, അവിടെ എവിടെയെങ്കിലും ഒരു കുറവുകൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തെ മാടമ്പിയായി ചിത്രീകരിക്കുന്നത് ഈ തൊഴിലാളികളെ ഇത്രയും നാൾ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നവരാണ്. കാരണം അവർ ഇന്നലെ വരെ ചെയ്ത ചൂഷണങ്ങൾ ഇപ്പോൾ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നടക്കുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഒരു മാടമ്പി എന്ന് തന്നെ പറയും അവരുടെ കണ്ണിൽ. കാരണം അവരുടെ ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ഒരു മാടമ്പി സ്വഭാവത്തോടെ ഇദ്ദേഹം നിൽക്കുന്നു. ഞങ്ങൾ ആ മാടമ്പിത്തരത്തെ സ്വാഗതം ചെയ്യുന്നു, ഞങ്ങൾ ആ മാടമ്പിത്തരത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. കർശനക്കാരനാണ് അദ്ദേഹം, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് അദ്ദേഹത്തിന് വന്നതെന്ന് വേണം സാർ പറയുന്നത്. നിലപാടുകളുടെ കർക്കശക്കാരൻ ആണ് എന്നുള്ളതേ ഉള്ളൂ. ഒപ്പം തന്നെ എന്തെങ്കിലും രീതിയിൽ ഒരു വീഴ്ചയുണ്ടായാൽ അവരെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ അവരെ ആ കർക്കശം അദ്ദേഹം ഉപേക്ഷിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു തെറ്റുകൾ വന്നാൽ അതിനെ ശക്തമായി തിരുത്തുന്നതിനോടൊപ്പം അദ്ദേഹം അവരെ ചേർത്ത് പിടിക്കുന്നും ഉണ്ട്. WCCക്കെതിരെ ഇപ്പോൾ ഫെഫ്ക കുറച്ച് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു ആ ആരോപണം? WCCക്കെതിരെ ആദ്യമായിട്ടാണ് ഫെഫ്ക ഇപ്പോൾ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത്. പത്രസമ്മേളനത്തിൽ കൂടെ തന്നെയായിരുന്നു അത് പറഞ്ഞത്. ഫെഫ്കയുടെ ആരാധനായ പ്രസിഡൻ്റാണ് അത്തരത്തിൽ പറഞ്ഞത്. അതിൻ്റെ പ്രധാന കാരണം WCCയുടെ അംഗങ്ങൾക്ക് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബി ഉണ്ണികൃഷ്ണൻ സാർ ഡയറക്റ്റ് ചെയ്ത, അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിൽ വരെ അവസരങ്ങൾ നൽകിയതാണ്. പല രീതിയിലും WCCക്കെതിരെ, അവരുടെ നിലപാടുകൾക്കെതിരെ ഒരു രീതിയിലും ഫെഫ്ക ഇടപെട്ടിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലങ്ങളിൽ ഫെഫ്ക എങ്ങനെ സംശയിക്കുന്നു? എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ഫെഫ്കയ്ക്കെതിരായ പ്രവർത്തനങ്ങളിൽ WCCയുടെ അംഗങ്ങളുടെ, ഒരുപക്ഷെ അവരുടെ പൂർണ്ണമായ അംഗങ്ങളുടെ ആയിരിക്കണമെന്നില്ല, ചില അംഗങ്ങളുടെയെങ്കിലും കൈകടത്തലുകൾ ഉണ്ടോ എന്നുള്ളത് ഫെഫ്ക സംശയിക്കുന്നു. കാരണം ഫെഫ്കയ്ക്കെതിരെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ ഇവർ കൂട്ടത്തോടെ അതിനെ സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒപ്പം അതിലെല്ലാം തന്നെ യാതൊരുവിധ സത്യാവസ്ഥയും അന്വേഷിക്കാതെ തന്നെ അവർ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. ഈ രീതിയിൽ നോക്കുമ്പോൾ അതിനെല്ലാം ഒരു സമാന സ്വഭാവങ്ങളുണ്ടാവുന്നുണ്ട്. ആ രീതിയിൽ ഫെഫ്കയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായി WCC മാറുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത്തരത്തിൽ ഫെഫ്കയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ഒരു വായായി, അതിൻ്റെ ഒരു നാവായി WCCയുടെ ചില അംഗങ്ങളെങ്കിലും മാറുന്നുണ്ടോ എന്നുള്ളത് ഫെഫ്കയുടെ സംശയമാണ്. അതൊരു ആരോപണമായി തന്നെ പറയുന്നു. അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ, ഇല്ലെങ്കിൽ അതിൽ ഉണ്ടോ ഇല്ലെന്നുള്ളത് പൊതുസമൂഹം അന്വേഷിക്കട്ടെ. ഫെഫ്കയുടെ സംശയമാണത്. സർ, ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പുറത്താക്കിയ, ഫീമെയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പുറത്താക്കിയ കാര്യം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പുറത്താക്കിയത് ഫെഫ്കയല്ല WCC ആണെന്ന് ഫെഫ്ക പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നു. അതിൽ മിറ്റ അത് ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ആരോപണം മിറ്റയ്ക്കെതിരെയായിരുന്നു വന്നത്. മിറ്റ പുറത്താക്കി എന്നുള്ള രീതിയിലാണ് ആ ആരോപണം വന്നത്. അത് മിറ്റ പത്രസമ്മേളനം വിളിച്ച് നിഷേധിക്കുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ WCC ആണോ ആ വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പുറത്താക്കിയത്? WCC അല്ല. ശരിക്കും ഈ WCC വരുന്നതിന് മുൻപ് ഈ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടാണ്. ഹെയർ സ്റ്റൈലിസ്റ്റിനെ നിശ്ചയിക്കുന്നത് ആ ഒരു വർക്ക് തുടങ്ങുന്നതിന് മുമ്പേ അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ പ്രൊഡ്യൂസറും അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും ഒക്കെ ചർച്ച ചെയ്തിട്ടാണ് ഇന്ന സെക്ഷനിൽ ഇന്ന കാറ്റഗറിയിൽ ഇന്ന ആൾക്കാരെ വയ്ക്കാം എന്ന് പറയുന്നത്. ആ സമയങ്ങളിൽ ഇപ്പോൾ WCCയിലുള്ള അംഗമായിരിക്കുന്ന ഒരു ഡയറക്ടർ തന്നെയാണ് മിട്ട എന്ന വ്യക്തി ആ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് എൻ്റെ വർക്കിൽ വേണ്ട എന്നൊരു തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്ത കാര്യം ഇത്രയും നാൾ
മിട്ട എന്തുകൊണ്ടോ സൈലൻ്റ് ആയിരുന്നതാണ്. അവരിപ്പോൾ അതിനെ നിഷേധിച്ചിട്ടുണ്ട്. ഞാനല്ല WCCയുടെ ഇപ്പോൾ അംഗമായിരിക്കുന്ന ഈ ഒരു ഡയറക്ടറാണ് അവരെ പുറത്താക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഡയറക്ടർ ഇതുവരെ അത് നിഷേധിച്ചിട്ടില്ല. മിട്ടയിൽ അതിൻ്റെ കൃത്യമായ തെളിവുകളുണ്ട് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ WCC ആണ് ആ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പുറത്താക്കിയത്. WCC എന്ന് പറയാൻ കഴിയില്ല. WCCയിൽ ഇപ്പോഴുള്ള ഒരു അംഗം, അതായത് ഈ വനിതകളുടെ തൊഴിലിന് വേണ്ടിയിട്ട് അഘോരം സംസാരിക്കുന്ന WCCയുടെ അംഗം തന്നെയാണ് ഇവരെ പുറത്താക്കിയിരിക്കുന്നത്. സർ, അവര് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഈ ഹെയർ സ്റ്റൈലിസ്റ്റുകാർ സമരം നടത്തിയപ്പോൾ ഇത് ഒത്തുതീർക്കാൻ വേണ്ടിയിട്ട് ഫെഫ്ക പോയിരുന്നു. അതുമാത്രമല്ല അവരുടെ ഓഫീസിൽ വന്നു, ഫെഫ്കയുടെ ഓഫീസിൽ വന്നപ്പോൾ രാത്രി ആയതുകൊണ്ട് വേറെ ദിവസം നടത്താമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവർ അത് സമ്മതിക്കാതെ ഫെഫ്കയുടെ ഓഫീസിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അവർക്കുള്ള സുരക്ഷ ഒരുക്കിയതും ഫെഫ്കയാണെന്നാണ് പറയുന്നത്. അതിലെന്താ സർ പറയാനുള്ളത്? ഹെയർ സ്റ്റൈലിസ്റ്റുകൾ നിരാഹാര സമരമായിരുന്നു ചെയ്തിരുന്നത്. അവർ സമരം ചെയ്തത് അവരുടെ മേക്കപ്പ് യൂണിയൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിലായിരുന്നു, റോഡിലായിരുന്നു. അപ്പോൾ അവർ ഇത്തരത്തിൽ ഒരു സമരം നടത്തുമ്പോൾ മുൻകൂട്ടി ഒരു നോട്ടീസ് സംഘടനയ്ക്ക് കൊടുക്കുക എന്നൊരു സ്വഭാവമുണ്ട്. അത്തരത്തിൽ യാതൊരു നോട്ടീസും കൊടുക്കാതെ ഒരു സുപ്രഭാതത്തിൽ അവർ അതിൻ്റെ ഫ്രണ്ടിൽ നിരാഹാര സമരം ഇരിക്കുകയായിരുന്നു ചെയ്തത്. അത്തരത്തിൽ ഇങ്ങനെ മേക്കപ്പ് യൂണിയൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ രണ്ട് വനിതാ അംഗങ്ങൾ സമരം ചെയ്തപ്പോൾ അവർ നമ്മുടെ സഹോദരിമാരാണ്, നമ്മുടെ യൂണിയൻ്റെ അംഗങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഫെഫ്കയുടെ വർക്കിംഗ് സെക്രട്ടറി ശ്രീ സോഹൻ സീനിലാൽ അപ്പോൾ തന്നെ അവരെ പോയി കാണുകയും എന്താണ് നിങ്ങളുടെ വിഷയങ്ങൾ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. കാരണം കൃത്യമായി ഇന്ന കാരണങ്ങളാണ് എന്നുള്ളത് അവരറിഞ്ഞില്ല. അവരവിടെ അപ്പോൾ കുറേയേറെ കാരണങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കാരണങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം ആ കാരണങ്ങളെല്ലാം അവർ തന്നെ അത് വലിച്ചു കീറി കളയുകയും അവരുടെ അഡ്വക്കേറ്റ് ഉൾപ്പെടെയുള്ളവർ അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് പറയുകയൊക്കെ ചെയ്തു. കുറേയൊക്കെ ഉണ്ണികൃഷ്ണൻ സാറിനെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ തന്നെയുള്ള അനാവശ്യ ഈ സാമ്പത്തിക ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ളത് പറഞ്ഞതുകൊണ്ടായിരുന്നു. ഇത്തരത്തിൽ ആരോപണങ്ങൾക്കെല്ലാം സമാന സ്വഭാവമുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ പുറകെ ഏതെങ്കിലും സംഘടിതമായ നീക്കമുണ്ടോ എന്ന് ഫെഫ്ക സംശയിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് WCCയെ കാണുന്നതും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. കാരണം സോഹൻ സിൻലാൽ എന്ന് പറഞ്ഞപ്പോൾ അവരത് നിഷേധിക്കുകയും അവരവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു. വൈകുന്നേരമായപ്പോൾ രാത്രി ഞാനും സോഹനും കൂടെ തന്നെയാണ് ആ ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്തി അവരുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾ അവരുടെ ഒരു 7-8 മണി മുതൽ ഇവർ സമരം ചെയ്യുന്ന അവിടെ തന്നെ ആ സ്ഥലത്ത് തന്നെ നമ്മളും ക്യാമ്പ് ചെയ്തു. കാരണം അവരുടെ സുരക്ഷിതത്വം നമ്മുടെയും കൂടെ ബാധ്യതയാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ആ സ്ഥലം ഈ രാത്രി അങ്ങനെ ഇരിക്കുമ്പോൾ അത്രയും ജനസഞ്ചാര യോഗ്യമായ ഒരു സ്ഥലമല്ല. രാത്രിയാകുമ്പോൾ അവിടെ അധികം ആൾക്കാരൊന്നും കാണാറില്ല. അതുകൊണ്ട് തന്നെ അവരോട് ഒരല്പം കൂടെ സേഫായിട്ട് നിങ്ങൾ അകത്തിരിക്കുകയോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പോയിട്ട് നാളെ വരികയോ നിങ്ങളുടെ വിഷയം എന്തു തന്നെ ആയാലും നമ്മൾ നാളെ ചർച്ച ചെയ്യാം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അവരതിന് പറഞ്ഞത് ഇല്ല, ഞങ്ങൾക്ക് കുറേ ആൾക്കാരുമായിട്ടൊക്കെ ആലോചിക്കണം, കുറേ ആൾക്കാരുടെ തീരുമാനപ്രകാരം കൂടെയാണ്, മറ്റു പലർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് അവരുമായിട്ടും കൂടെ ആലോചിച്ചിട്ടേ പറ്റുള്ളൂ, ഞങ്ങളിതിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ് നമ്മളത് കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പോൾ WCCയുടെ 1-2 പ്രതിനിധികൾ ആ സ്ഥലത്തുണ്ടായിരുന്നു. നമ്മൾ അവരുമായിട്ടും സംസാരിച്ചു. ഇതത്ര സേഫായിട്ടുള്ളൊരു സ്ഥലമല്ല, അവരോട് ഒരല്പം കൂടെ സേഫായിട്ടുള്ളൊരു സ്ഥലത്തോട്ട് ഇല്ലെങ്കിൽ യൂണിയൻ ഓഫീസിലോട്ട് തന്നെ അവരോട് മാറിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അവർ ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവരോട് സംസാരിക്കാം, അങ്ങനെയാണെങ്കിൽ നാളെ ചർച്ച ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അവരതിൽ നിന്ന് പുറകോട്ട് പോയി. അത്രയും പുറകോട്ട് പോയപ്പോഴും ഞങ്ങൾ തിരിച്ച് വളരെ സൗഹാർദ്ദപരമായിട്ട് അവരുടെ സേഫ്റ്റിയെക്കുറിച്ച് സംസാരിക്കുകയും ഞങ്ങൾ ആ ഓഫീസിൻ്റെ ഞങ്ങളുടെ മേക്കപ്പ് യൂണിയൻ ഓഫീസിൻ്റെ താക്കോൽ വാങ്ങി അവർക്ക് കൊടുക്കുകയും അവരോട് സേഫായിട്ട് അതിനകത്ത് തന്നെ ഇരിക്കുകയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏത് സമയത്തും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ പറയുകയും ചെയ്തിട്ട് നമ്മൾ പോയതാണ്. ശരിക്കും ആ സഹോദരിമാരും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാതാണ് എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഈ വിഷയങ്ങളെല്ലാം തന്നെ പരിഹരിച്ചതാണ്. ഇനി പരിഹരിക്കാൻ പറ്റാത്ത കുറേയേറെ കാര്യങ്ങളാണ് അവരുടെ ഡിമാൻഡായിട്ടുള്ളത്. ഒന്ന്, ശ്രീ B. ഉണ്ണികൃഷ്ണൻ സാർ രാജിവെക്കുക. ഉണ്ണികൃഷ്ണൻ സാർ രാജിവെക്കുക എന്നുള്ളത് 8000 തൊഴിലാളികളിൽ 2-3 പേർ ആവശ്യപ്പെടേണ്ട ഒരു കാര്യമല്ല. കാരണം ഒരു സംഘടനയുടെ എന്തെങ്കിലും സംവിധാനങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം ഒരു ജനറൽ സെക്രട്ടറി ഏതൊക്കെ അവസരങ്ങളിലാണ് രാജിവെക്കേണ്ടതെന്ന്. ഇനി B. ഉണ്ണികൃഷ്ണൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ 22 സംഘടനകളുടെയും ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടേണ്ടത് ഈ 22 സംഘടനകളുടെയും ലീഡർഷിപ്പുകളാണ്. ഇല്ലെങ്കിൽ ഈ സംഘടനാ നേതൃത്വമാണ് താങ്കളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ട് താങ്കളുടെ രാജി ഞങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട്
അവിശ്വാസം പോലെ കൊണ്ടുവരികയാണെങ്കിൽ അവരാണ് കൊണ്ടുവരേണ്ടത്. ഇതൊന്നും അറിയാതെ ഇവർ ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മയാണോ ഇല്ലെങ്കിൽ അവരെ കൊണ്ട് ആരെങ്കിലും പറയിപ്പിക്കുന്നതാണോ എന്നുള്ള വിഷയങ്ങളുണ്ട്. എന്തു തന്നെ ആയാലും ആ കാര്യം വളരെ രമ്യമായിട്ട് തന്നെ തൊഴിൽ വകുപ്പിനെയും അതേപോലെ അവരുടെ തന്നെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അവരുടെയും സാന്നിധ്യത്തിൽ ഫെഫ്ക നേതൃത്വം സംസാരിക്കുകയും അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ എഴുതി വാങ്ങിക്കുകയും ആ ആവശ്യങ്ങൾ സംഘടനാപരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുകയും ഈ ഉറപ്പെല്ലാം ഈ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ കീഴിൽ വന്ന അതിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ അതിൻ്റെ രേഖാമൂലം എഴുതി നോട്ടാക്കി അതിൽ സൈൻ ചെയ്യിച്ച് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമായിരുന്നു. സാന്ദ്ര തോമസിന് ഫെഫ്ക ആയിട്ട് എന്തെങ്കിലും മെയിൻ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? സാന്ദ്ര തോമസും ഫെഫ്കയുമായി ശരിക്കും നിലവിൽ യാതൊരു തർക്ക വിഷയങ്ങളും ഇല്ല. സാന്ദ്ര തോമസ് വർക്ക് ചെയ്ത കുറേയേറെ സിനിമകളുടെ വേതന തർക്കവുമായി ബന്ധപ്പെട്ട് ഫെഫ്ക ഇടപെട്ടിരുന്നു. അത് ഫെഫ്കയുടെ തൊഴിലാളികളുടെ ആവശ്യമായതുകൊണ്ട് തന്നെ ഫെഫ്ക അത് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് അത് ക്ലിയർ ചെയ്യുകയും ചെയ്തു. നിലവിൽ സാന്ദ്ര തോമസിന് ഫെഫ്കയുമായി യാതൊരു ബന്ധങ്ങളുമില്ല. അവരുടെ പ്രശ്നങ്ങളെല്ലാം പ്രൊഡ്യൂസേഴ്സ് യൂണിയനുമായിട്ടാണ്. പ്രൊഡ്യൂസേഴ്സ് യൂണിയനുമായി അവർക്ക് ബന്ധപ്പെട്ട വിഷയങ്ങൾ ആ യൂണിയനിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഫെഫ്കയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലാത്തതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഫെഫ്ക ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. ഫെഫ്ക വന്നതിന് ശേഷമാണ് ടെലിവിഷൻ മേഖലയിൽ ഇഷ്യൂസ് വരുന്നതെന്നൊരു പരക്കൊരു സംസാരമുണ്ട്. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അതും പുതിയ ആരോപണങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മേഖലയിൽ നേരത്തെ സംഘടിതമായ ഒരു തൊഴിലാളി സംഘടന ഇല്ലായിരുന്നു. തൊഴിലാളികളെ കബളിപ്പിക്കുന്ന സംഘടനകളാണ് ഈ മേഖലയിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ തൊഴിലാളികളുടെ എന്തെങ്കിലും വേതന പ്രശ്നങ്ങൾ വരുമ്പോൾ, അവരുടെ ജോലി സംബന്ധമായ എന്തെങ്കിലും ഇഷ്യൂസുകൾ വരുമ്പോൾ അതിൽ അവരെ യാതൊരു രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യാതെ അവരെ കബളിപ്പിച്ച് അവരെ ചൂഷണം ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു പ്രവണതയായിരുന്നു ഉള്ളത്. എല്ലാവരെയും അടച്ചാക്ഷേപിച്ചല്ല, അത്തരത്തിലുള്ള കുറേയേറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു ഈ മേഖലയിൽ. ഇപ്പോഴും നിലവിലുണ്ട് അവരൊക്കെ. അപ്പോൾ അത്തരത്തിൽ ഉള്ള വിഷയങ്ങളിൽ ഫെഫ്ക വന്നതിന് ശേഷമാണ് വളരെ ശക്തമായി ഇടപെട്ടു തുടങ്ങിയത്. തൊഴിലാളികളുടെ വേതന തർക്കങ്ങളിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തുകയും അത്തരത്തിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ട് തൊഴിൽ മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്ത അവസരത്തിൽ അവർക്കിങ്ങനെ ഒരു ചിന്ത ഉണ്ടായില്ലെങ്കിലേ അതിശയമുള്ളൂ. കാരണം ഇന്നലെ വരെ അവർക്കുണ്ടാക്കാൻ കഴിയുമായിരുന്ന ചൂഷണങ്ങൾ ഇന്ന് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. അതാണ് ഈ തൊഴിൽ പ്രശ്നങ്ങളുടെ ഇല്ലെങ്കിൽ ഫെഫ്ക ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങളുടെ പ്രധാന കാരണം. ചില സ്റ്റുഡിയോകൾ ഇതിൻ്റെ ഭാഗമാണ്. സ്റ്റുഡിയോ നിങ്ങൾക്കറിയാമായിരിക്കും, അവർ എല്ലാ എമൗണ്ടുകളും ടോട്ടലായിട്ട് ഒരു കോൺട്രാക്ട് ബേസിലാണ് സീരിയൽ മേഖലയിൽ പൊതുവേ പോകുന്നത്. അവർ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളുടെ ആയാലും ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ എഡിറ്റേഴ്സ് അങ്ങനെയുള്ള എല്ലാവരുടെയും സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ എല്ലാ വേതനവും ചേർത്ത് ഒരു പാക്കേജ് സിസ്റ്റം പോലെ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യും. ഈ എമൗണ്ട് ഫിക്സ് ചെയ്തതിന് ശേഷം തന്നെ ഈ എമൗണ്ടുകൾ പ്രൊഡ്യൂസർ തന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരതിൽ നിന്നൊക്കെ കൃത്യമായ വേതനങ്ങൾ കൊടുക്കാതിരിക്കുകയും ഇല്ലെങ്കിൽ അത്തരത്തിൽ വേതനം ചോദിക്കുന്ന ആൾക്കാരെ ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത ഈ മേഖലയിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. ഇത് സ്റ്റുഡിയോ ബേസ് മാത്രമല്ല, യൂണിറ്റ് ബേസിൽ ഇത്തരത്തിൽ വേതനങ്ങൾ ചോദിക്കുന്ന ലൈറ്റ്മാൻമാരെ അതിൽ നിന്ന് ഒഴിവാക്കും ആ കമ്പനി. അതുപോലെ തന്നെ ഈ വേതനം ചോദിക്കുന്ന കൃത്യമായ നമ്മുടെ ടെക്നീഷ്യൻസിനെ ആ സീരിയൽ വർക്കുകളിൽ നിന്ന് മാറ്റി നിർത്തും. ഇത്തരത്തിൽ ഒരു അരക്ഷിതാവസ്ഥയായിരുന്നു ഇന്നലെ വരെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. ഒരു 50%, 10% ആൾക്കാർ വളരെ കൃത്യമായ വേതനവും കാര്യങ്ങളൊക്കെ തൊഴിലാളികളുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കുന്ന പ്രൊഡ്യൂസേഴ്സും ഈ മേഖലയിലുണ്ട്. ഞങ്ങൾ അവരെ വളരെ ആദരപൂർവ്വം സ്മരിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ഈ പ്രൊഡ്യൂസർക്കെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തപ്പോൾ അവർ കൂട്ടം കൂടുകയും അവർ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയുമാണ് ചെയ്തത്. പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന പ്രൊഡ്യൂസർമാരും അതിനോട് ഇപ്പം യോജിക്കുന്നില്ല. കാരണം പ്രൊഡ്യൂസർമാരും തിരിച്ചറിയുന്നുണ്ട് ഇത് ഇടയ്ക്ക് നിൽക്കുന്ന ചൂഷകന്മാരാണ് ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത്. കാരണം പ്രൊഡ്യൂസർ കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നുണ്ട്. ഈ പൈസ തൊഴിലാളികൾ കിട്ടാതെ ഈ പ്രൊഡ്യൂസർക്ക് ചീത്തപ്പേരുണ്ടാക്കി വയ്ക്കുന്നതും ഇത്തരത്തിൽ കോൺട്രാക്റ്റ് എടുക്കുന്നവർ തന്നെയാണ്. ശരിക്കും പ്രൊഡ്യൂസർമാരും ഇതിൽ നിരപരാധികളാണ്. നല്ല വർക്കേഴ്സിനെ വെച്ച് ജോലി ചെയ്താൽ പ്രൊഡ്യൂസർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും തരത്തിലുള്ള ഷൂട്ടിംഗ് അവേഴ്സ് ഒരിക്കലും ഈ നല്ല ക്രിയേറ്റീവായിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ അഭാവം മൂലം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അത് പ്രൊഡ്യൂസേഴ്സിൻ്റെ നഷ്ടവുമാണ്. ഇത് പ്രൊഡ്യൂസേഴ്സ് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സങ്കടം.
ഇത്തരത്തിൽ പൈസ ചോദിക്കുമ്പോൾ ഞങ്ങളും ബി ഉണ്ണികൃഷ്ണൻ സാറിനെ പോലെ MDTV എന്ന് പറയുന്നത് വളരെ പ്രശ്നക്കാരായ ഒരു സംഘടനയായിട്ട് മാറി എന്നുള്ളതാണ് വാസ്തവം. ഇത്രയും നേരം ഫെഫ്കയെ കുറിച്ചും ഫെഫ്കയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്ന സതീഷ് സാറിന് നന്ദി.